ഒന്നുകൊണ്ട് ചങ്ങാളമൊന്നു തെറ്റിയേ. അങ്ങോട്ട് നോക്കണം. പാപ്പാ ഒരു കോളുണ്ട്. കോളോ? കർത്താവ് വലിയവരാണ് പറഞ്ഞു തീരും മുമ്പ് കോള് കൊണ്ട് വന്നേക്കും. എന്നാ പറയണ മക്കളെ? വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ നായികയെ കണ്ടെത്തിയത്. വിളിക്കട്ടെ? യെസ് കുട്ടി വരൂ. ഉത്തമി അരയന്നത്തെ പോലെ നടന്നു വരുന്ന മാലാഖ. അല്ല ഇതാരാ? ഈശ്വര, കാവടി തുള്ളിയാണല്ലോ പോണത്. എന്താകും മുരുക? പേടിച്ചോ? ഇല്ല. എന്തോ ചീഞ്ഞു നാർന്നില്ല. അതേത് നാറിയാണ് ഇവനെങ്ങനെ ഇവിടെ എത്തി? ചിരിക്കുന്നു. നിന്റെ ചിരിയൊക്കെ ഞാൻ മാറ്റും. மேடம் நான் காத்துட்டு இருந்தேன். സുഖം എന്നായാലും ഇങ്ങനെ നല്ലൊരു നിലയിലായാലും എനിക്ക് സന്തോഷമുണ്ട്. പയറ്റി തെളിഞ്ഞവളല്ലേ, എന്ന് പയറ്റിയാലും അവസാനമായിട്ട്. ഊണ് കഴിഞ്ഞിട്ട് ഒന്ന് മുറുക്കണോന്ന് നിരീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഇയാളും തുടങ്ങിയോ ദുശീലം? അയ്യോ ഞാനോ? മനസ്സാ വാചാ കർമ്മണ മരണമാസ്. എന്റെ ഫുൾ നോട്ടം ഇനി ഇങ്ങോട്ടായിരിക്കും. என்ன நீங்க கொண்டு வர நிறைய காசு செலவு பண்ணிருக்கேன். ഇത്രയും വലിയൊരു തുക മുടക്കാൻ ഈ കുട്ടി എന്റെ ബന്ധുവാണോ, ഭാര്യയാണോ, എന്റെ പെങ്ങളാണോ, അമ്മയാണോ? അല്ല. ഇവളാള് കൊള്ളാമല്ലോ. കൊള്ളാലോ കളി. അടുത്തത് പോലത്തെ ഭയങ്കരമായ ആള്. അതെങ്ങനെയാ? കർത്താവ് അടിയുള്ളവരെ കൊണ്ട് അറിയാൻ പറയില്ലല്ല. എന്നാലും എന്റെ സദ്യ സ്പീഡല്പം കുറഞ്ഞോന്നൊരു സംശയം. പൊറോട്ട എടുക്കണ അങ്ങനെയല്ല, മുട്ട പൊട്ടിയും പഞ്ചസാര ഇടങ്ങിയത്. ഈ ചെറുക്കൻ കിഴങ്ങനായി പോയണ്ടല്ലേ ഇവിടെ എടുത്തിട്ട് തട്ടുന്നു. ഒരടി മിസ്സായില്ല. തന്നെ അവർക്കോ സംസ്കാരമില്ല. നമ്മളതുപോലെ ആവണോ? വേണ്ട വന്നേ. ശരിയാ, സംസ്കാരമില്ല ഇപ്പൊ ഇല്ലേ? അല്ല എന്നാലും ഒന്നുകൂടി. നിന്റെ ശബ്ദത്തിന് എന്താ ഒരു പരപരപ്പ്? സമയദോഷം, ജലദോഷം. അല്ല പിന്നെ സോറി ഫോർ ദ ബ്രേക്ക്. ആണാ ഇത് പുറത്തിറങ്ങണേ. എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. രണ്ടു ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ.
ഒന്നതരമായിരിക്കുന്നു. വെറുതെ പറയാനൊന്നും ആയിരിക്കരുത്. വണ്ടർഫുൾ. ഇവള് മിടുക്കിയാണല്ലേ. ഇത് ജാക്കിച്ചാന്റെ പെങ്ങളാ. ഇതെന്തൊരു ജന്മോ. എന്നെ തല്ലിയ കടം ഇപ്പൊ വീടി. അയ്യോ അടിയൊന്നുമല്ല, ചവിട്ട്. ചവിട്ടെന്ന് പറഞ്ഞ എന്റെ ദൈവമേ, ഒരു മനുഷ്യനെ ഇങ്ങനെ എടുത്തിട്ട് ചവിട്ടാവോ? എന്നാ സാറേ, ഒരു നല്ല ഡയലോഗ് പറയാൻ വന്നതാ, മറന്നുപോയി. ഞാനെ കൊണ്ട് ഒന്നിനും കൊള്ളാം.